അംഗൻവാടി ടീച്ചേഴ്സ്, CDS ചെയർപേഴ്സൺ എല്ലാവരെയും ഈ പരിപാടിയിലേക്ക് വളരെ സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ഈ പരിപാടിയിൽ അധ്യക്ഷം വഹിക്കുന്നതിന് വേണ്ടി ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണെ സ്വാഗതം ചെയ്യുന്നു. സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് എത്തിച്ചേർത്തുകൊണ്ട് അവരുടെ ഓരോ ദിവസങ്ങളിലും ഉണ്ടാകാവുന്ന പ്രശ്നങ്ങളും പ്രയാസങ്ങളും ലഘൂകരിക്കുന്നതിനുള്ള ഒരു ഉദ്ദേശ ലക്ഷ്യത്തോടു കൂടിയാണ് കേരള സംസ്ഥാന സർക്കാർ വിവിധങ്ങളായ പദ്ധതികൾ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കുന്നത്. നമുക്കറിയാം, കേരള സംസ്ഥാന സർക്കാരിന്റെ പദ്ധതികൾ അതോടൊപ്പം തന്നെ ത്രിതല പഞ്ചായത്ത് സംവിധാനത്തിൽ ജില്ലാ പഞ്ചായത്തിന്റെയും ബ്ലോക്ക് പഞ്ചായത്തിന്റെയും നേതൃത്വത്തിലുള്ള പദ്ധതികൾ ഇവരുമായിട്ട് നാട്ടിലുള്ള ജനങ്ങളുമായിട്ട് ദൈനംദിനം ബന്ധപ്പെടുന്ന പ്രാദേശിക സർക്കാരിൽ ഏറ്റവും പ്രധാനപ്പെട്ടതും ഏറ്റവും അടിത്തട്ടിലെ ജനങ്ങളുമായിട്ട് നിരന്തരം ബന്ധപ്പെടുന്നതുമായിട്ടുള്ള ഗ്രാമപഞ്ചായത്തുകൾ. ആ പഞ്ചായത്തുകൾ തോറും ബഡ്സ് സ്കൂളുകളും സ്പെഷ്യൽ സ്കൂളുകളും സ്ഥാപിച്ചുകൊണ്ട് ഏറ്റവും മികച്ച വിദ്യാഭ്യാസം അവർക്ക് അനുയോജ്യമായ രീതിയിൽ ഏത് മേഖലയിലാണോ അവർക്ക് കഴിവ് തെളിയിക്കുന്നതിന് സാധിക്കുന്നത്, അവരിൽ കഴിവുകൾ ഉറങ്ങിക്കിടക്കുന്നത്, അത് മനസ്സിലാക്കിക്കൊണ്ട് ആ മേഖലയിൽ അവരെ സമൂഹത്തിന്റെ മുഖ്യധാരയിൽ എത്തിച്ചേർക്കുക എന്നുള്ളതാണ് ബഡ്സ് സ്കൂളിനെ സംബന്ധിച്ചിടത്തോളവും സ്പെഷ്യൽ സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം പരമപ്രധാനമായിട്ടുള്ള കർത്തവ്യം. ബഡ്സ് സ്കൂളിന് നൽകി വരുന്ന സഹായ സഹകരണങ്ങൾ അത് ഏറ്റവും മികച്ച രീതിയിൽ ഉപയോഗിക്കുന്നതിന് നമുക്ക് സാധിക്കുന്നുണ്ട്. എന്നാൽ പൂർണ്ണമായ അർത്ഥത്തിൽ അത് പ്രാപ്യമായോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് പറയുന്നതിന് മാത്രമേ നമുക്ക് സാധിക്കുകയുള്ളൂ. ആ രീതിയിൽ ഇവരുടെ കായിക മാനസികമായിട്ടുള്ള ഉന്നതി ലക്ഷ്യമാക്കിക്കൊണ്ട് ഒരുപാട് എക്യുപ്മെന്റ്സ് നമ്മുടെ ബഡ്സ് സ്കൂളിൽ എത്തിയിട്ടുണ്ട്. ഏറ്റവും പെട്ടെന്ന് തന്നെ അവരുടെ ദൈനംദിന ജീവിത സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനായിട്ട് അത് ഉപയോഗിക്കുന്നതിന് നമുക്ക് സാധിക്കുന്നുണ്ട്. ആ രീതിയിലുള്ള പദ്ധതികളും അതോടൊപ്പം തന്നെ കലാമേഖലയിൽ അവരുടെ മനസ്സിൽ ഉറങ്ങിക്കിടക്കുന്ന കഴിവുകളെ തൊട്ടുണർത്തിക്കൊണ്ട് ഏറ്റവും നല്ല രീതിയിലുള്ള പെർഫോമൻസ് നടക്കുന്നതിനുള്ള ഒരു വേദിയായിട്ട് വർണ്ണം വേദി കുന്നമൽ ഗ്രാമപഞ്ചായത്ത് ബഡ്സ് സ്കൂൾ കലോത്സവം മാറ്റിയെടുക്കുകയാണ് നമ്മൾ. വിവിധ കലാപരിപാടികൾ അവരെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് അവർക്ക് പ്രചോദനം നൽകിക്കൊണ്ട് നമ്മുടെ സമൂഹം മുഴുവനും ഒന്നിച്ചു ചേർന്ന് നിന്നെങ്കിൽ മാത്രമേ മുഖ്യധാരയിലേക്ക് അവർക്ക് എത്തിച്ചേരാൻ സാധിക്കുകയുള്ളൂ എന്ന് ഒരിക്കൽ കൂടെ ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുന്നത് കുന്നമൽ ഗ്രാമപഞ്ചായത്തിന്റെ ബഹുമാന്യായ പ്രസിഡന്റ് VK റീത്തയാണ്. ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി പ്രസിഡന്റിനെ സ്നേഹാദരപൂർവ്വം ക്ഷണിക്കുന്നു. അതുപോലെ തന്നെ നമുക്ക് വളരെ പ്രതീക്ഷയോടെ നമുക്ക് ഇന്ന് അവരെ വീടുകളിൽ നിന്ന് ബഡ്സ് സ്കൂളിൽ എത്തിക്കാൻ വേണ്ടിയിട്ട് സന്തോഷ് കുമാർ MPയുടെ 20 ലക്ഷം രൂപ വകയിരുത്തിക്കൊണ്ടുള്ള ഒരു ബസ്സും നമുക്ക് ലഭ്യമായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവർക്ക് നല്ല രൂപത്തിൽ കുട്ടികളെ വീടുകളിൽ നിന്ന് ബഡ്സ് സ്കൂളിലേക്ക് എത്തിക്കാനുള്ള ഒരു സൗകര്യം കൂടി ആണ് ആ ബസ് വന്നതോടുകൂടി നടപ്പിലാക്കി. ഇതിന് ഓരോ വർഷവും ഭിന്നശേഷി സ്കോളർഷിപ്പിന് 14 ലക്ഷം രൂപയും ഭക്ഷണത്തിന് ഏകദേശം 4-5 ലക്ഷത്തോളം രൂപയും അതുപോലെ തന്നെ കലോത്സവത്തിനും അതുപോലെ തന്നെ ബഡ്സ് സ്കൂൾ അടിസ്ഥാന സൗകര്യം വികസനത്തിനുമുള്ള ഫണ്ടുകളൊക്കെ വകയിരുത്തിക്കൊണ്ട് നല്ല രൂപത്തിൽ നമ്മുടെ ബഡ്സ് സ്കൂൾ പ്രവർത്തനം തുടരുകയാണ്. നമുക്കറിയാം, കലോത്സവം എന്നത് അവരുടെ കഴിവുകളെ ഒരു സമ്മാനം അതുപോലെ തന്നെ പ്രൈസ് കിട്ടുന്ന ഒരു വേദിയായിട്ടല്ല, മത്സര ഫലങ്ങളെക്കാൾ ഏറ്റവും വലുതാണ് ഒരു വേദിയിലെത്തുക എന്നുള്ളത്. ആ വേദിയിലെത്തി അത് അവരുടെ കഴിവുകൾ പ്രകടിപ്പിക്കുക എന്നുള്ളത് അവരുടെ രക്ഷിതാക്കളും അവരുടെ അധ്യാപകരും ഒക്കെ കഠിന പ്രയത്നത്തിന്റെ ഭാഗമായിട്ടാണ് അവരെ ഇന്ന് ഈ വേദിയിൽ എത്തിക്കുന്നത്. അവരുടെ കഴിവുകൾ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. ഓരോ വർഷവും അവരുടെ കലോത്സവങ്ങളിലൊക്കെ അവരുടെ കഴിവുകൾ നാം കണ്ടിട്ടുണ്ട്. എന്തായാലും നല്ല രൂപത്തില് ഓരോ കുട്ടിയും അവരുടെ കഴിവുകള് ഈ വേദിയിൽ അതേപോലെ തന്നെ വാഹന സൗകര്യങ്ങൾ എല്ലാം ഏർപ്പാടാക്കിക്കൊണ്ട് യാതൊരു കുറവുമില്ലാതെ നമ്മുടെ കുട്ടികളെ ഉയരങ്ങളിലേക്ക് എത്തിക്കുകയും രക്ഷിതാക്കളുടെ മനസ്സിനെ സന്തോഷിപ്പിക്കുകയും ചെയ്യുക എന്നതാണ് ഇത്തരം പദ്ധതി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നേരത്തെ പ്രസിഡന്റ് സൂചിപ്പിച്ചതുപോലെ നമ്മുടെ ഗ്രാമപഞ്ചായത്തിൻ്റെ മുഖേരിയിൽ ഈ ഒരു സ്ഥാപനം വളരെ ഉന്നതങ്ങളായ ബഡ്സ് സ്കൂളും സ്പെഷ്യൽ സ്കൂളും ഈ സംവിധാനങ്ങളിലൂടെ നമ്മുടെ സ്കൂളിലെ വിഭിന്നങ്ങളായ സൗകര്യങ്ങൾ ഏർപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ മക്കളെ
അവിടെ എത്തിക്കുകയും അവർക്ക് വേണ്ട സൗകര്യങ്ങൾ, അതായത് ജോലി അടക്കമുള്ള അവർക്ക് വിവിധ കഴിവുകളുള്ള കുട്ടികൾ ആ മേഖലയിൽ എത്തിച്ചുകൊണ്ട് അവരുടെ മികവ് ഉയർത്തിക്കൊണ്ടുവരിക എന്നതിനാണ് ഇതിനെക്കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഏതായാലും നിങ്ങളുടെ ഭരണസമിതിയുടെ അവസാന കാലഘട്ടമാണ്, കഴിയാൻ പോവാണ്. നമ്മുടെ ഓരോ വർഷവും നമ്മുടെ കുട്ടികളെ ഉയരങ്ങളിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി പഞ്ചായത്ത് ഏറ്റെടുത്ത് നടത്തിയ ധാരാളം പ്രവർത്തനങ്ങളുണ്ട്. ഇനി വരുന്ന ഭരണസമിതിയും ആ രീതിയിൽ നമ്മുടെ കുട്ടികളെ ഉയർത്തിക്കൊണ്ടുവരാൻ ആവശ്യമായ പദ്ധതികൾ ഏറ്റെടുത്ത് നടത്തുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പ്രസംഗത്തിന് ഇവിടെ മുതിരുന്നില്ല. നമ്മുടെ ഈ മുഖ്യ അതിഥി ഫിറോസ് നാദാപുരം ഇവിടെയുണ്ട്. അവരുടെ പാട്ട് കേൾക്കാനായിരിക്കും കുട്ടികളായി നിങ്ങൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് ഈ പരിപാടിക്ക് എല്ലാ ഭാവങ്ങളും നേർന്നുകൊണ്ട് വാക്കുകൾ ചുരുക്കുന്നു. രാജ്യസഭ MP ആയിട്ടുള്ള സന്തോഷ് കുമാറിന്റെ ഫണ്ട് ഉപയോഗിച്ച് വാങ്ങിയ നമ്മുടെ ബസ് നമ്മുടെ പിറകിലുണ്ട്. ഈ 2-3 ഈ ആഴ്ച തന്നെ നമുക്ക് ബസ് നിങ്ങളെ കൊണ്ടുപോകാനുള്ള സംവിധാനത്തോടു കൂടി നല്ല ഭംഗിയുള്ള ബസ് വന്നിട്ടുണ്ട്. ഡ്രൈവർ നമ്മൾ ഏകദേശം അതിന്റെ സംവിധാനങ്ങളൊക്കെ ആയിട്ടുണ്ട്. അതുപോലെ തന്നെ എല്ലാ വർഷവും ടൂറ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്രാവശ്യവും കഴിഞ്ഞ പ്രാവശ്യവും ഒക്കെ നല്ല രീതിയിലാണ് നമ്മൾ ഇവരുടെ ടൂർ നടത്തിയത്. അപ്പോൾ ആ രീതിയിൽ വളരെ ഈ കുട്ടികളെയും അവരുടെ രക്ഷിതാക്കളെയും ചേർത്ത് പിടിച്ചുകൊണ്ടുള്ള ഒരു പ്രവർത്തനമാണ് ഗ്രാമപഞ്ചായത്ത് നേതൃത്വം നൽകുന്നത്. ആ പ്രവർത്തനത്തിന്റെ ഒരു തുടർച്ച എന്നുള്ള രീതിയിലാണ് നമ്മൾ ഈ പരിപാടിയും നടത്തിയിട്ടുള്ളത്. എന്തായാലും ഈ പരിപാടിയിൽ സംസാരിക്കുന്നില്ല. ഈ പരിപാടിയിൽ പങ്കെടുത്ത മുഴുവൻ ആളുകളെയും സ്നേഹത്തോടെ അഭിവാദ്യം ചെയ്തുകൊണ്ട് അവസാനിപ്പിക്കുന്നു. സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് എത്തിക്കാനുള്ള പ്രവർത്തനങ്ങളാണ് നാം ഇതുവരെ നടത്തി വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ നമ്മുടെ സ്കൂളിലെ കുട്ടികൾക്ക് സ്വയം പര്യാപ്തത കൈവരിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി വിവിധങ്ങളായ സ്വയം തൊഴിൽ സംരംഭങ്ങൾക്ക് നമ്മൾ ഈ സ്ഥാപനത്തിൽ തുടക്കം കുറിച്ചിട്ടുണ്ട്. പക്ഷേ നമ്മൾ ഇന്ന് നേരിടുന്ന ഏറ്റവും വലിയ ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഇവരുടെ ഒരു വിപണനമാണ്. ഈ വിപണനം എങ്ങനെ നടത്തിക്കൊണ്ടുപോകാം എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ ആലോചിച്ചു വരികയാണ്. ഏതായാലും ഇത്തരത്തിലുള്ള ഒരു പരിപാടി നമ്മുടെ കുട്ടികൾക്ക് ആവേശവും അതുപോലെ തന്നെ ജീവിത വിജയം കൈവരിക്കാനുള്ള ഒരു പരിപാടി കൂടി ആയിരിക്കട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ ഈ കലോത്സവത്തിന് എല്ലാവിധ കഴിഞ്ഞ നമ്മുടെ നാടൻ പാട്ടിൽ പാടി അടിച്ചു പൊളിച്ചല്ലേ എല്ലാം ഓർമ്മയില്ലേ? അവളെ പാട്ടിൽ പാടിയിട്ട് അങ്ങനെ ഈ വർഷം നമ്മൾ ഒത്തുകൂടുകയാണ്. ഈ വർഷം കുറച്ചും കൂടെ നല്ല ശബ്ദ സംവിധാനങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ നമുക്ക് ഒന്നും കൂടി അടിപൊളിയാക്കാം ഡാൻസ് എല്ലാം. ഓക്കെ എല്ലാവരും ഭിന്നശേഷിക്കാരെന്ന് പറയുന്നത് എന്നെക്കാൾ കഴിവ് കൂടിയവരെന്നാണ്, മനസ്സിലായില്ലേ? എക്സ്ട്രാ ഓർഡിനറി ടാലൻസ്. അപ്പോ എന്നെക്കാളൊക്കെ നല്ല പാട്ടുകാരൻ ഡാൻസുകാരൻ നിങ്ങളാണ് അല്ലേ? അപ്പോ എന്റെ കൂടെ ചേർന്ന് നമുക്ക് ആടിപ്പാടി ഉല്ലസിക്കാം. എന്തായാലും ഈ പഞ്ചായത്ത് നടത്തുന്ന ഈ ഒരു വലിയ ഉദ്യമത്തിന് എല്ലാവിധ ആശംസകളും നേരുകയാണ്. സൃഷ്ടിച്ചു മതങ്ങൾ ദൈവങ്ങളെ സൃഷ്ടിച്ചു മനുഷ്യനും മതങ്ങളും ദൈവങ്ങളും മണ്ണ് പങ്കുവച്ചു മനസ്സ് പങ്കുവച്ചു മനുഷ്യൻ മതങ്ങളെ സൃഷ്ടിച്ചു. നമ്മൾ കണ്ടാലറിയാതായി
ലോകം ആയിരമായിരം മാനവ ഹൃദയങ്ങൾ ആയുധപ്പുറകളായി ദൈവം തെരുവിൽ മരിക്കുന്നു ചെകുത്താൻ ചിരിക്കുന്നു മനുഷ്യൻ മതങ്ങളെ സൃഷ്ടിച്ചു മതങ്ങൾ ദൈവങ്ങളെ സൃഷ്ടിച്ചു മനുഷ്യനും മതങ്ങളും ദൈവങ്ങളും കൂടി മണ്ണ് പങ്കുവച്ചു മനസ്സ് പങ്കുവച്ചു മനുഷ്യൻ മതങ്ങളെ സൃഷ്ടിച്ചു സത്യമെവിടെ സൗന്ദര്യമെവിടെ സ്വാതന്ത്ര്യമെവിടെ നമ്മുടെ രക്തബന്ധങ്ങളെവിടെ നിത്യസ്നേഹങ്ങളെവിടെ സത്യമെവിടെ സൗന്ദര്യമെവിടെ സ്വാതന്ത്ര്യമെവിടെ നമ്മുടെ രക്തബന്ധങ്ങളെവിടെ നിത്യ സ്നേഹങ്ങളെവിടെ ആയിരം യുഗങ്ങളിൽ ഒരിക്കൽ വരാറുള്ള ഒരവതാരങ്ങളെവിടെ മനുഷ്യൻ തെരുവിൽ മരിക്കുന്നു മതങ്ങൾ ചിരിക്കുന്നു
Thank you.